നമസ്കാരം. ഓം ഓം കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം, സർഗം 5. സർഗം 5-ലെ 13 തുടങ്ങിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്രീരാമനും ലക്ഷ്മണനും സീതയുമൊത്ത ഇപ്പോൾ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മഹർഷിയുടെ സമീപത്തവർ മഹത്തായ ഒരു അത്ഭുതം കണ്ടു. ദിവ്യരഥത്തിൽ ആരൂഢനായിരിക്കുന്ന ഇന്ദ്രനെയാണ് അവർ കണ്ടത്. തിളങ്ങുന്ന ആഭരണങ്ങൾ അണിഞ്ഞവനും വളരെ ശോഭയുള്ള ദിവ്യ വസ്ത്രം ധരിച്ചവനുമായി അദ്ദേഹത്തെ അവർ അവിടെ കണ്ടു. അദ്ദേഹത്തെ പോലെ തന്നെ മഹത്തുക്കളാൽ പൂജിക്കപ്പെടുന്നുമുണ്ട് ഇന്ദ്രൻ. അപ്പോൾ മറ്റുള്ളവർ ഇന്ദ്രനെ പരിചരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തെ പോലെ തന്നെ ദിവ്യ വസ്ത്രവും ആഭരണങ്ങളുമൊക്കെ ധരിച്ചവരായിട്ടുള്ള മഹത്തായ ആളുകൾ. 7 പച്ചക്കുതിരകൾ പൂട്ടിയ തേരും അടുത്തുണ്ടായിരുന്നു. വെൺചാമരങ്ങൾ വീശിയും വെൺകൊറ്റക്കൊട പിടിച്ചുമൊക്കെ അദ്ദേഹത്തെ ഗന്ധർവന്മാർ, സിദ്ധന്മാർ എന്നിവർ ആദരിക്കുന്നു. ഇങ്ങനെ ഉള്ള കാഴ്ചയാണ് ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലവർ കണ്ടത്. ശ്ലോകം 13. അർച്ചിഷ്മന്തം ശ്രിയാജുഷ്ടം അത്ഭുതം പശ്യ ലക്ഷ്മണ പ്രതപന്തമിവാദിത്യം അന്തരീക്ഷഗതം രഥം. 13-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ലക്ഷ്മണ, കാന്തിമത്തും ശ്രീമത്തും സൂര്യനെ പോലെ അന്തരീക്ഷത്തിൽ ജ്വലിക്കുന്നതുമായ അത്ഭുതരഥം നോക്കൂ. ശ്ലോകം 14. യേ ഹയാ പുരുഹൂതസ്യ പുരാ ശക്രസ്യ ന ശ്രുതാഃ അന്തരിക്ഷഗതാ ദിവ്യാ സ്തൈമേ ഹരയോ ധ്രുവം. യാഗം ചെയ്യുന്നവർ ഇന്ദ്രൻ്റെ കുതിരകളെ സ്തുതിക്കാറുള്ളത് നാം കേട്ടിട്ടുണ്ടല്ലോ. ആ കുതിരകൾ തന്നെയാണ് അന്തരീക്ഷത്തിൽ വർത്തിക്കുന്ന ഈ അശ്വങ്ങൾ, അതിന് സംശയമില്ല. 15, 16, 17, 18 ശ്ലോകങ്ങൾ. ഇമേ ച പുരുഷവ്യാഘ്രാ യേ തിഷ്ഠന്ത്യഭിഹിതോ രഥം ശതം ശതം കുണ്ടലിനോ യുവാന ഖഡ്ഗപാണയഃ വിസ്തീർണ വിപുലോരസ്ക പരിഖായാതബാഹവഃ ശ്രോണാംശുവസനാ സർവേ വ്യാഘ്രാ ഇവ ദുരാസദാഃ ഉരോ ദേശേഷു സർവേഷാം ഹാരാജ്വലനസംനിഭാഃ രൂപം ബിഭ്രതി സൗമിത്രേ 25 വാർഷികം. ഏതദ്ധി കില ദേവാനാം വയോ ഭവതി നിത്യദാഃ യഥേമേ പുരുഷവ്യാഘ്രാ ദൃശ്യന്തേ പ്രിയദർശനാഃ. 15 തുടങ്ങി 18 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം: തേരിനടുത്ത് ഖഡ്ഗം കയ്യിലേന്തിയവരും കുണ്ടലമണിഞ്ഞവരും വിസ്തൃതമായ മാറിടമുള്ളവരും
ഇരുമ്പുലക്ക പോലെയുള്ള കൈകളുള്ളവരും പുലികളെപ്പോലെ ആർക്കും ആക്രമിക്കാനാവാത്തവരും ചെമ്പട്ടുടുത്തവരും അഗ്നിനാളം പോലെ തിളങ്ങുന്ന ഹാരങ്ങൾ അണിഞ്ഞവരുമായ 100 യുവാക്കളായ പുരുഷശ്രേഷ്ഠർ ഉണ്ടല്ലോ. എല്ലാവർക്കും ഒരു 25 വയസ്സ് പ്രായം വരും. ദേവന്മാർക്ക് എന്നെന്നും ഈ സുന്ദരന്മാരായ പുരുഷശ്രേഷ്ഠതയിൽ കാണുന്നത് തന്നെയാണ് പ്രായം. എന്നും അവർക്ക് 25 വയസ്സാണ് തോന്നിക്കുന്നത്. ശ്ലോകം 19. ഇഹൈവ സഹവൈദേഹ്യ മുഹൂർത്തം തിഷ്ടലക്ഷ്മണ യാവജ്ജാനാമ്യഹം വ്യക്തം കയേഷദ്യുതിമാൻ രഥേ. സീതയോടുകൂടി ലക്ഷ്മണ, ഭവാൻ ഇവിടെ തന്നെ നിൽക്കുക. തേരിലുള്ള ഈ ദ്യുതിമാൻ ആരെന്ന് ഞാൻ അറിഞ്ഞു വരും വരെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.